മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 മുട്ട എടുത്ത് നല്ലതുപോലെ കഴുകി പുഴുങ്ങി വെച്ചേക്കണ മുട്ടയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞ് ഈ ഓരോ മുട്ടയും 4 പീസാക്കണം കേട്ടോ. 4 പീസാക്കി മാറ്റി വെക്കുക. നമ്മൾ എപ്പോൾ മുട്ട കഴുകി എടുക്കുകയാണെങ്കിലും അത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിലും ആദ്യം തന്നെ കഴുകി ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ. പിന്നെ ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെക്കണം. നിറച്ച് അണുക്കളുണ്ടാവും, ഫ്രിഡ്ജിൽ മറ്റുള്ള സാധനങ്ങളിലൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട് 2-3 സവാള, വലിയ സവാളയാണ് കേട്ടോ എടുത്തേക്കണം. അത് 4 മുട്ട, 2 മുട്ട നമുക്ക് 4 8 കഷ്ണമൊക്കെ കേട്ടോ. 8 കഷ്ണം, വലിയ വീതിക്ക് എടുക്കരുത്, എപ്പോഴും ഇത് തയ്യാറാക്കുമ്പോൾ മുട്ട സ്ലൈസായിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനകത്തോട്ട് നല്ല എരിവുള്ള 1 പച്ചമുളക് അതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വഴണ്ടി വരട്ടെ കേട്ടോ. നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടേക്കുന്നത്, പേസ്റ്റല്ല, ചതച്ചാണ് ഇതിനകത്തോട്ട് ഇട്ടേക്കുന്നത്. പേസ്റ്റ് തീർന്നു പോയി, പെരുന്നാളൊക്കെ ഉപയോഗിച്ചത് തീർന്നു പോയി. അപ്പോൾ ഇപ്പം ഞാൻ ചതച്ചെടുത്തേക്കോട്ടോ പെട്ടെന്ന് റെഡിയാക്കാനായിട്ട്. ചതച്ചെടുത്ത് അതിനകത്തിട്ട് അതിൻ്റെ പച്ചച്ചവ മാറണം, അല്ലാതെ കരിയോ മൊരിയോ ഒന്നും ചെയ്യണ്ട. എന്നാൽ സവാള വേവും വേണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇതായി വരട്ടെ. ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആട്ടോ, ചതച്ച മുളക്, എരിവിന് ആവശ്യമുള്ള. മറ്റേ പച്ചമുളക് അധികം എരിവില്ലാത്തതാട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല കേട്ടോ, 1/2 ടീസ്പൂണോളം മതി. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറട്ടെ, നല്ലതുപോലെ ഇളക്കാം. ഇത് എഗ്ഗ് സ്നാക്സ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് ഈ ഡിഷ്. നല്ല അടിപൊളിയാണ്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത, ആർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. ഏത് കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതായത് എണ്ണയൊന്നും അധികം ചേർക്കുന്നില്ല, എന്നാലോ അടിപൊളി ടേസ്റ്റുമാണ്. നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഫില്ലിങ് റെഡിയായി വരട്ടെ. ഇളക്കി തന്നെ ഇത് വേവിച്ചെടുക്കണം. കാരണം അല്ലെങ്കിൽ ഇളക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ ഇവിടെ സവാളയൊക്കെ മൊരിഞ്ഞ് പിടിക്കും. അങ്ങനെ ആവരുത്, മൊരിയാനൊന്നും പാടില്ല. എന്നാൽ സവാള വേവും വേണം. ഇനി നമുക്കതിലേക്ക് 1 പിടിയോളം മല്ലിയിലയും പുതിനയും കൂടി, 2 ചെറിയ ഇല പുതിനയുടെ ഇല ഇട്ടാൽ മതി കേട്ടോ, ഒത്തിരി വേണ്ട. മല്ലിയില എത്ര ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. മല്ലിയില നല്ലതാണ്, രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ ഗ്യാസ്, ഇങ്ങനെ നെഞ്ചിരിച്ചിൽ അങ്ങനെ വരുന്നവർക്കൊക്കെ നല്ല സാധനം കേട്ടോ. മല്ലിയില എത്ര ഉപയോഗിച്ചാലും നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനത്തിലും മല്ലിയില ധാരാളം ഇട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് ഫില്ലിങ്സ് വെക്കാനായിട്ടുള്ളൊരു കവർ തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം എന്നാത്തിനാണെന്നറിയോ, അത് നമ്മൾ പൊടിയിടുമ്പോൾ ബ്ലേഡിനകത്തൊക്കെ പിടിച്ചിട്ട് പിന്നെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് പൊടിയിടുകയാണെങ്കിൽ പിടിക്കത്തില്ല. അതിനാണ് ആദ്യം തന്നെ വെള്ളം ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. നിങ്ങൾ മൈദപ്പൊടിക്ക് ആർക്കെങ്കിലും മൈദപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് മൈദപ്പൊടിയാണ്. അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും മൈദപ്പൊടി കേട്ടോ നല്ലത്. അപ്പോൾ 1 മുട്ട അതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ഇതുപോലെ സ്റ്റിറായിട്ട് അടിക്കണം കേട്ടോ. അതല്ല, ഇതുപോലെ ഇരിക്കണം. ഇങ്ങനെ വേണം അടിച്ചെടുക്കാനായിട്ട്. അതായത് ദോശമാവിനേലും ഇച്ചിരിയും കൂടി ലൂസായ രൂപത്തിൽ വേണം അടിച്ചത്. നമുക്ക് നൈസായിട്ട് വേണം അതിൻ്റെ ദോശ തയ്യാറാക്കാനായിട്ട്. കുട്ടി ദോശകളാണ് ഇതിന് വേണ്ടി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല പതഞ്ഞ് പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്തോട്ട് 1 പിടി നിറച്ച് മല്ലിയില ഇടണം കേട്ടോ. മല്ലിയില ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് ചെറിയ ദോശകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
ഇതുപോലെ ഇളക്കി എല്ലായിടത്തും മല്ലിയില പിടിക്കണം. മല്ലിയില കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മല്ലിയിലക്ക് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടുക, ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് ദോശ റെഡിയാക്കാം. ഈസി ആട്ടോ ഈ സ്നാക്സ്. അത് മാത്രമല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അത് മാത്രമല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് ആരും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു സ്നാക്സാണ്, ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണം. എന്നിട്ട് ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്തൊക്കെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങളൊക്കെ? പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ചോ എല്ലാവരും? അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുക. അധികം നെയ്യ് വേണ്ട, കുറച്ചൊന്ന് തൂത്ത് കൊടുക്കുക, പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഇങ്ങനെ വിട്ടു വരാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം ഒരു നൈസായിട്ടാണല്ലോ നമ്മൾ ഒഴിക്കുന്നത്. ഇതുപോലുള്ള മാവാണല്ലോ. അതൊന്ന് ചുറ്റിച്ച് നമുക്കത് ഇതുപോലെ ആക്കിയെടുക്കാം. ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശകൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അത് നല്ല എളുപ്പമല്ലേ ഇത്? കൂടുതൽ പണിയൊന്നുമില്ലല്ലോ. ഒരു മുട്ട എടുക്കുക, അതിനകത്തോട്ട് മൈദപ്പൊടി ഇട്ട് നല്ലതുപോലെ അടിച്ച് സിറാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ ദോശമാവ് പോലത്തെ ബാറ്റർ റെഡിയായി. പിന്നെ നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. റോൾ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടില്ല. കാരണം വെന്തിരിക്കുന്ന നമ്മുടെ ഇത് കണ്ടോ, രണ്ട് പുറവും ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പറാട്ടോ. ഇതുപോലെ ഒട്ടും കട്ടിയില്ലാത്ത ഇതുപോലെ ഞാനിപ്പോൾ 8 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. 8 ദോശ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം മുട്ട 8 പീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 ദോശ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്നാക്സ് എങ്ങനെയാണത് റോൾ ചെയ്യുന്നതെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ്, വളരെ ഈസി ആട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയണേ. അല്ലെങ്കിൽ ഇത് വെറൈറ്റി ആണ്. ഞാനിത് ഇതുവരെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇനി ഇതാ ഒരു ദോശ എടുക്കാം. അതിനകത്തോട്ട് നമ്മുടെ മുട്ടയുടെ ചെറിയ പീസ് ഉണ്ടല്ലോ, സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു മുട്ട 4 സ്ലൈസ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു പീസാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളി മസാല ഉണ്ടല്ലോ, മസാല കൂട്ടും കൂടി വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഷവർമയൊക്കെ റോൾ ചെയ്യില്ലേ എന്നതുപോലെ, പക്ഷേ 2 ഭാഗം ആദ്യം മടക്കി നടക്കിലേക്ക് വെച്ചിട്ട് വേണം. അത് ഞാൻ പെട്ടെന്ന് റോൾ ചെയ്തു പോയി, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല ഈസിയാണ്. നടുക്കിൽ അത് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, ഉരുട്ടുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒട്ടിയിരിക്കും. അപ്പോൾ നല്ല പശയാണല്ലോ, മൈദപ്പൊടിയല്ലേ, അപ്പോൾ ഒട്ടിയിരുന്നോളും. നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചേർക്കണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാന് നല്ല വിസ്താരമുള്ളൊരു പാനായിരിക്കും കേട്ടോ. ഇതൊക്കെ എല്ലാം ഒരുമിച്ച് അടുക്കി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ മറ്റുള്ള പരിപാടികളൊക്കെ തുടങ്ങുക. അതായത് ആദ്യം നമ്മൾ ഫില്ലിങ് റെഡിയാക്കി വെക്കുക, മുട്ട പുഴുങ്ങി വെച്ച് ഫില്ലിങ് റെഡിയാക്കി വെക്കുക, പിന്നെ ബാറ്റർ തയ്യാറാക്കുക. അതിന് ശേഷം ഇങ്ങനെ ചെയ്യാം കേട്ടോ.